വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹുജറാത്ത് എന്ന അധ്യായത്തിലെ 7-8 ആയത്തുകളാണ് ഞാൻ ഓതിയത്. ഈ ആയത്തിൽ പറയുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ആ വിശ്വാസിയുടെ മനസ്സ് അവനെപ്പോഴും അവൻ്റെ ഈമാൻ, അവൻ്റെ വിശ്വാസം, അതിലവന് അഭിമാനം തോന്നുകയും അത് തൻ്റെ മനസ്സിലെപ്പോഴും വളരെയധികം നന്നായി തന്നെ ഞാൻ വിശ്വസിക്കുന്നത് വളരെ ശരിയാണ് എന്ന ദൃഢബോധ്യവും അതിൽ ഒരു ആത്മവിശ്വാസവും അവനുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ദൈവനിഷേധവും ബഹുദൈവത്വവും അതുപോലെ തോന്നിവാസങ്ങളും ഇത്തരം അധർമ്മങ്ങളോട് അവൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത അനിഷ്ടവും അതുണ്ടാകും. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി ഇവിടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്, അള്ളാഹിൻ്റെ വലിയൊരു ഫضലാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസത്തെപ്പറ്റി നമ്മളുടെ നിലപാട് അത് ഏറ്റവും കൃത്യമാണ്, ശരിയാണ് എന്നുള്ളൊരു ആത്മവിശ്വാസവും ധൈര്യവും സന്തോഷവും മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ ആളുകൾ ബഹുദൈവത്വത്തിലേക്കും അതുപോലെ മറ്റ് അധർമ്മങ്ങളിലേക്കും തോന്നിവാസത്തിലേക്കൊക്കെ പോകുന്നത് കാണുമ്പോൾ മനസ്സിൽ അതിനോട് വല്ലാത്ത ഒരു അനിഷ്ടവും വിഷമവും മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അതാണ് സൂറത്ത് ഹുജറാത്തിലെ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളുടെ കൂടെ റസൂലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച സഹാബാക്കളോട് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നൊരു കാര്യമാണ്, നിങ്ങളെ കൂടെ റസൂലുണ്ട്. ലോ യുതീകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും, നിങ്ങൾ മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഓരോരുത്തർക്കും ഓരോ മനുഷ്യനും പലതരം ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓരോ സഹാബിമാരുടെയും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും അതുപോലത്തെ ഓരോരുത്തരുടെ വാക്കുകളും അത് കേട്ടുകൊണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു പരിശുദ്ധ ഇസ്ലാം എന്നുണ്ടായിരുന്നെങ്കിൽ ലഅനിത്തും, അത് നിങ്ങൾക്ക് തന്നെ വളരെ പ്രയാസമായി. ഒരാൾക്ക് പറ്റിയതൊന്ന് മറ്റേ ആൾക്കത് പറ്റില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രയാസം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. വലാകിൻ അല്ലാഹ, പക്ഷേ അള്ളാഹു അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കിയില്ല. അള്ളാഹു ചെയ്തത് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ഈമാനിനെ വളരെ പ്രിയപ്പെട്ടതായി അള്ളാഹു നിങ്ങൾക്ക് നൽകി. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഈമാൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു മനോഹരമായ കാര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ അതിനെ സന്നിവേശിപ്പിച്ചു തന്നു. അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അധർമ്മവും തോന്നിവാസവും അതുപോലെ ദൈവനിഷേധവും ഇവയെല്ലാം വളരെ അനിഷ്ടകരമായ ഒരു കാര്യമാക്കിയും അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നൽകിയിരിക്കുകയാണ്. ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ ഉലൈക ഹുമുർ റാഷിദൂൻ, ഈ മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ വിവേകമുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റുഷ്ദ് നേർമാർഗം സിദ്ധിച്ച ആളുകളാണ് അവർ. ഇങ്ങനെ ഒരു നേർമാർഗം സിദ്ധിക്കുക, ലഭിക്കുക എന്നത് ഫളൻ മിനല്ലാഹി വനിഅമതൻ വല്ലാഹു അലീമുൻ ഹകീം, ഇത് അള്ളാഹിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ്. ആ നിലക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വല്ല സമാധാനം ഉണ്ടാവും. ഇങ്ങനെ നമ്മളുടെ ഇതിനോട് നമുക്ക് തോന്നുന്ന ഈ ഇഷ്ടത്തെ നമ്മൾക്ക് ഏത് രീതിയിൽ മനസ്സിലാക്കാം? നമുക്ക് നമ്മൾ ഏകദൈവാരാധകരാണ്, തൗഹീദിൻ്റെ വക്താക്കളാണ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷവും സമാധാനവും നമ്മൾക്ക് നമ്മളുടെ നിലപാട് വളരെ കൃത്യമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളുണ്ടാവും. അതുപോലെ അതിന് വിരുദ്ധമായി ദൈവനിഷേധം, അതുപോലെ തന്നെ അധർമ്മങ്ങൾ,
അതുപോലെ ബഹുദൈവത്വവും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചുറ്റും കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ഒരു അനിഷ്ടം അതിനോടുണ്ടാവുക, എന്നുള്ളതും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ മുസ്ലിം സമൂഹം, നമ്മുടെ പൊതുസമൂഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. നമ്മുടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു നേതാവ്, അതിൻ്റെ ഏറ്റവും വലിയ നേതാവിൻ്റെ ഒരു പ്രഖ്യാപനം നിങ്ങൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അത് താൻ കൊണ്ടുവന്നതിനേക്കാൾ ഇപ്പോൾ 1/2 സെൻറ്റിമീറ്റർ അതോ 1 സെൻറ്റിമീറ്ററോ മറ്റൊറ്റത് വലുതായിട്ടുണ്ട്. പുറമെ അദ്ദേഹം പറയാണ്, നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന വെള്ളം, ആ വെള്ളം അത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുടി മുക്കിയ വെള്ളമാണ്. അതിന് പുറമെ നബിയുടെ ഖബറിൻ്റെ പുറത്ത് ഇങ്ങനെ കാറ്റടിച്ച് വന്ന അതിൻ്റെ മണ്ണ്, അതിൻ്റെ പൊടിമണ്ണുകൾ, ആ പൊടിമണ്ണുകളും അതിൽ കലർത്തിയിട്ടുണ്ട്. പിന്നെ മൂന്നാമതൊന്ന്, ഇത് രണ്ടും നേരത്തെ നമ്മളിങ്ങനെ കേട്ടതാണ്. ഇപ്പം മൂന്നാമതൊന്നും അതിൽ കലർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾക്കിടയിൽ നിന്ന് ഉതിർന്നു വന്നിരുന്ന വെള്ളമുണ്ട്. അത് നബിയുടെ മുഅ്ജിസത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2-3 സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ വെള്ളം ഉതിർന്നു വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര നബിയും സഹാബാക്കളും പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് വുദു എടുക്കാൻ വെള്ളമില്ലാതെ നബിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രത്തിലെ വെള്ളമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് വുദു എടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും കുടിക്കാനും അതിനൊന്നും വെള്ളമില്ലാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉള്ള വെള്ളത്തിൽ തൻ്റെ കൈ വെക്കുകയുണ്ടായി. കൈ വെച്ചപ്പോൾ അവിടെ വെള്ളം പൊടിഞ്ഞു വന്നു. അതൊരു മുഅ്ജിസത്തായിട്ട് റസൂലിനുള്ള ഒരു സംഭവമാണ്. അത്തരം ഒരുപാട് അമാനുഷികമായ സംഭവങ്ങൾ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മിഅ്റാജ് പോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ പൊടിഞ്ഞു വന്ന വെള്ളം അതിൽ നിന്ന് അത് ഉപയോഗിച്ച് ആളുകൾ കുടിക്കുകയും തൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ മറ്റൊരു സന്ദർഭം ഹുദൈബിയ സന്ധിയുടെ സന്ദർഭമാണ്. ഇത് രണ്ടും ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസുകളിലുള്ളതാണ്. ഹുദൈബിയ സന്ധിയിലും ഇത്തരം ഒരു പ്രതിസന്ധി വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവച്ച ആ സ്ഥലത്ത് നിന്ന് ഈ വെള്ളം ഉതിർന്നു വരികയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വുദു എടുക്കുക, കുടിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് ഉപയോഗപ്പെടുത്തി, അങ്ങനെ അതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നു. ഈ 2 സന്ദർഭം വേറെയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കൈവച്ചപ്പോൾ ഉണ്ടായി വന്ന വെള്ളത്തിൽ നിന്നൊരംശം നമ്മൾ ഈ ആളുകൾക്ക് കുടിക്കാൻ നൽകുന്നതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 ചേരുവകൾ ചേർത്ത വെള്ളമാണ് ഇവിടെ ഈ മുടി വിൽപ്പന അല്ലെങ്കിൽ മുടി ഒരു ബിസിനസ്സാക്കി മാറ്റുന്ന ഈ സ്ഥലത്ത് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഈ വെള്ളം, അവിടെയും ഇവിടെയും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും അത് വെക്കരുത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉപദേശിക്കണം. ഇത് അങ്ങനെ തന്നെ വിഴുങ്ങുകയും ഇതങ്ങനെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ മുസ്ലിംകളായി ജീവിക്കുന്ന കുറേ ആളുകളുടെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ തന്നെ ആർക്കും ധൈര്യം ഉണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അങ്ങനെ വളർന്നു വരികയാണെങ്കിൽ എത്ര നീളം ഉണ്ടാകണം? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1 സെന്റിമീറ്റർ 1/2 സെന്റിമീറ്റർ ഒക്കെ നീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ 1400 വർഷം കഴിഞ്ഞതിന് ശേഷം ഉള്ള മുടി അപ്പം എത്ര നീളം ഉണ്ടാകണം? ഇങ്ങനെ കളവുകൾ വളരെ വ്യക്തമായി പറയുന്ന നമ്മളുടെ മതനേതാക്കൾ ഇവരാളുകളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അവർ ബഹുദൈവത്വത്തിലേക്കാണ്, ബഹുദൈവാരാധനയിലേക്ക് ആണ് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ എന്താണ് ഇപ്പം ഇതിൻ്റെ സത്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും അസറുകൾ എന്ന് പറഞ്ഞാൽ നബിയുടെ ശരീരത്തിലെ മുടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളോ അല്ലെങ്കിൽ നബി കുടിച്ച വെള്ളമോ നബി പുതച്ച പുതപ്പോ ഉടുത്ത വസ്ത്രമോ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ഈ കാലത്ത് ലോകത്ത് എവിടെയും നിലനിൽക്കണില്ല.
അത് വളരെ വ്യക്തമാണ്. പക്ഷെ കുറേ ആളുകൾ ഇതൊരു ബിസിനസ് ആക്കിയിട്ട് പല സ്ഥലങ്ങളിലും ഇത് നബി ഉപയോഗിച്ച പാത്രമാണ്, നബി ഉപയോഗിച്ച വസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നല്ലാതെ ഇതിനെപ്പറ്റി പഠനം നടത്തിയ പൂർവ്വകാല പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട സംഭവം ഇങ്ങനൊന്നില്ല. ഇതിലാകെ അതിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിരുന്ന ഒരു ഒപ്പിടാൻ നബിയുടെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം കൊണ്ടാണ് നബി ഇങ്ങനെ ഒപ്പിട്ടത്. പിൽക്കാലത്ത് ആ മോതിരം അത് സഹാബികാരുടെയും മറ്റുള്ളവരുടെയൊക്കെ കൈകളിലുണ്ടായി. അതും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോടു കൂടി അത് എവിടെയാണ് പോയത് എന്ന് ആർക്കും അറിയില്ല, ചരിത്രത്തിൽ പറഞ്ഞത്. പിന്നെ ദീർഘകാലം നബി ഉപയോഗിച്ച് എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്ന ഒരു നബിയുടെ ഒരു കഅബ് ഇബ്നു സുഹൈറിന് നബി ഒരു സന്ദർഭത്തിൽ തൻ്റെ ഷാള് നബി അണിയിച്ചിരുന്നു, ഒരു പുതപ്പ് അണിയിച്ചിരുന്നു. അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പുതപ്പ് അണിയിച്ചിരുന്നു. അതാണ് സാധാരണ ഈ ബുർദ എന്നൊക്കെ പറയുന്നതിൽ അതിനനുസ്മരിച്ചുകൊണ്ടൊക്കെ പല കഥകളും കവിതകളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ പുതപ്പ് തന്നെ അതിനെപ്പറ്റി പോലും അത് പിൽക്കാലത്ത് പിന്നെ ആരെ കയ്യിലുണ്ടായി ആരൊക്കെയുണ്ടായി അത് തന്നെ അമവി ഭരണകാലം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സംഗതിയെ പറ്റി ആർക്കും അറിയേല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച അതിന് ആസാറുകൾ എന്നാണ് പറയാം. ആസാറുകൾ എന്തെങ്കിലും ഈ ലോകത്ത് അവശേഷിക്കുന്നതായി യാതൊന്നും ദീർഘമായ കാലങ്ങൾക്ക് ശേഷം തന്നെ ഇവിടെ ഇല്ല. മാക്സിമം വന്നത് അമവി കാലഘട്ടത്തിലേ അതുള്ളൂ. ഓരോ ആൾക്കാരിപ്പോൾ നമ്മുടെ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ പല ഗാന്ധിജി ഉപയോഗിച്ച പേന, ഷർട്ട് അതൊക്കെ മ്യൂസിയങ്ങളിലൊക്കെ ആളുകൾ സൂക്ഷിച്ചു വെക്കും. അതിൻ്റെ മുമ്പുള്ള പല ആളുടേതും സൂക്ഷിച്ചു വെക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി സൂക്ഷിച്ചു വെച്ച യാതൊന്നും ഇന്ന് ലോകത്ത് എവിടെയും ലഭ്യമല്ല. അതില്ല എന്നുള്ളത് അതിനെപ്പറ്റി ചരിത്ര ഗവേഷണം നടത്തിയ പൂർവ്വകാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ സംഗതി 1500 വർഷത്തോളം ആയിട്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് കിട്ടി എന്ന് പറയുന്നത് അതന്നെ കളവാണ്. അതിനെപ്പറ്റി ചർച്ച നമ്മൾ ഒരുപാട് പത്രങ്ങളിലൊക്കെ വായിച്ചാണ്, ആവർത്തിക്കേണ്ടതില്ല. പിന്നെ നബിയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പൊടിമണ്ണ് എന്ന് പറഞ്ഞാൽ അതും യാതൊരു നിലക്കും സാധ്യതയില്ലാത്തൊരു അത് ഈ അടുത്ത കാലത്ത് കിട്ടിയതാണ് അവകാശപ്പെട്ടത്. ഒരു നിലക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് പ്രവേശനവും അവിടെ ഇങ്ങനെ പൊടി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഖബറോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അല്ല നബിയുടെ ഖബറടക്കം ചെയ്ത നമ്മൾ മദീനയിലുള്ള ഭാഗങ്ങൾ അങ്ങനെയാവും. അങ്ങനെ ഒരു പൊടി എവിടുന്ന് കിട്ടാനില്ല. പക്ഷേ എവിടുന്നോ കുറച്ച് പൊടി എടുത്തിട്ട് അത് നബിയുടെ ഖബറിന്റെ മുകളിലുള്ള പൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരികയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം അത് ചരിത്ര പണ്ഡിതന്മാരും സഹാബാക്കളും ഒക്കെ രേഖപ്പെടുത്തിയ കാര്യമാണ്. നബിയുടെ കാലത്തിന് ശേഷം ഈ എവിടുന്നെങ്കിലും ആരുടെയെങ്കിലും കൈകൾ കുത്തിയിട്ടോ മറ്റെന്തെങ്കിലും ഒരു വെള്ളം പൊടിഞ്ഞു വന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുഅ്ജിസത്തായി അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് നബിയുടെ കാലശേഷം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആ അവസ്ഥയിൽ കിട്ടിയ വെള്ളമോ അതോ ആരും സൂക്ഷിച്ചും വെച്ചിട്ടില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറയും. അങ്ങനെയും യാതൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഇത്ര വ്യക്തമായ ആളുകളെ പറഞ്ഞിട്ട് ഈ ഷിർക്കിലേക്ക് പോകും. അപ്പം ഷിർക്ക് എന്ന് പറയുന്നത് അതിനോട് നമ്മൾക്ക് മനസ്സിൽ എന്തൊന്നില്ലാത്ത ഒരു അനിഷ്ടം, അതാണ് കുഫ്ർ ഷിർക്ക് എന്നൊക്കെ പറഞ്ഞതെന്നാണ്. അത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന, അതിലേക്ക് ജനങ്ങളെ മുഴുവൻ ഒന്നാകെ കൊണ്ടുപോകുന്ന, ഈയാമ്പാറ്റകളെപ്പോലെ ജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിനെന്താ ഈ ഷിർക്കിനോട് നമ്മൾക്ക് ഇത്ര വലിയ ഒരു വിരോധം അല്ലെങ്കിൽ എന്താ പറ്റുള്ളത്? അത് നമ്മൾ നരകത്തിലേക്ക് പോകാൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഷിർക്കും കുഫ്റാണ്. കാരണം ഇന്ന ഷിർക്കല ദുൽമുനായി, ഏറ്റവും വലിയ പാപം അതാണ്. ബഹുദൈവത്വം, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. ഈ സംഗതി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ മുഴുവൻ ഈ ലോകത്ത് വന്നത്.
എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നത് അടിസ്ഥാനപരമായി അവർ പഠിപ്പിച്ചിട്ടുള്ളത് ഈ കാര്യമാണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, മറ്റുള്ള വിഗ്രഹങ്ങളെയോ ദൈവങ്ങളെയോ നിങ്ങൾ ആരാധിക്കരുത്. അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകതയും. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ആ മുസ്ലിമും മുസ്ലിം അല്ലാത്ത ഒരാളും തമ്മിൽ എന്താ വ്യത്യാസം? അവന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടോ? അവൻ ശ്വസിക്കണേൽ വ്യത്യാസമുണ്ടോ? കുടിക്കണേൽ വ്യത്യാസമുണ്ടോ? അവന്റെ വസ്ത്രത്തിൽ വ്യത്യാസമുണ്ടോ? ഒന്നും കാര്യമായി പറയപ്പെടാവുന്ന അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും അല്ല ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഈ വിശ്വാസമാണ്. ബാക്കിയൊക്കെ എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അധികവും. പിന്നെ മാത്രമല്ല ഈ നന്മകൾ അല്ലെങ്കിൽ പിന്നെ ധാർമ്മികമായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നീതി പാലിക്കണം, സത്യം പറയണം, അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കണം, അയൽവാസിയെ സ്നേഹിക്കണം, ജീവജാലങ്ങളോട് കരുണ കാണിക്കണം, കക്കരുത്, പലിശ തിന്നരുത്, കൊള്ളയടിക്കരുത്, ഇങ്ങനത്തെ കുറേ സദാചാര മൂല്യങ്ങളുണ്ടല്ലോ. ഇത് ഇസ്ലാം മതം മാത്രമല്ലല്ലോ പറയുന്നത്. ഇതൊക്കെ എല്ലാ മതങ്ങളും പലപ്പോഴും മതമില്ലാത്തവരും ഒക്കെ പറയുന്ന പൊതു യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നതാണ്. പിന്നെ എന്താ ഇപ്പൊ ഇസ്ലാം മതം മാത്രം പറയുന്നത് ചോദിച്ചാൽ, അത് അള്ളാഹു അല്ലാതെ മറ്റൊരുത്തനോടും, സൃഷ്ടിച്ച സൃഷ്ടാവിനോടല്ലാതെ മറ്റൊരുത്തനോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത്, അവനോട് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയാവൂ എന്ന കാര്യം മാത്രമാണ്. അത് ഈ മുസ്ലിങ്ങൾ, ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ബാക്കിയുള്ള ആളുകൾ എല്ലാവരും അതിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ യേശു ക്രിസ്തുവിനോട് ഈസക്കാത്ത് നബി പറയുന്നു. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ്, മനുഷ്യനാണ്, സൃഷ്ടിയാണ്. സൃഷ്ടികളോട് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല. അത് മരണാനന്തര ജീവിതത്തിൽ അവർക്ക് നരകലോകം ലഭിച്ചു കൊടുക്കുന്നതാണ് എന്നാണ്. അല്ലാതെ ഈ ദുനിയാവിൽ അതുകൊണ്ട് അതുണ്ടാകും ഇതുണ്ടാകും എന്നൊന്നും ഇപ്പം നമ്മൾ ആ വിഷയത്തിൽ മുസ്ലിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗ ലോകത്തിന് പകരം നിങ്ങൾക്ക് നരകലോകമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുക എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ അത് വരുമ്പോഴല്ലേ, അപ്പോഴല്ലേ. അപ്പൊ ഇതിനെപ്പറ്റി ആലോചിക്കാൻ വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഓക്കെ, അങ്ങനെ ആലോചിക്കാം, പക്ഷെ പറയാലോ, അങ്ങനെ പറയാമല്ലോ. അതുപോലെ തന്നെ ആണ് യഥാർത്ഥത്തിൽ ഈ മതമില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ മരിച്ചതിന് ശേഷം മറ്റൊരു ജീവിതം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവരും ഈ വിഷയത്തിൽ മരണാനന്തര ജീവിതത്തിൽ അവർക്കും നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് വിഗ്രഹാരാധകരോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്. കാരണം ഈ വിശുദ്ധ ഖുർആൻ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വ മഅ്വാഹുൻ നാർ. നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, അള്ളാഹുവിൽ ഒരു ബഹുദൈവത്വത്തിൽ അതിലേക്ക് നിങ്ങൾ നീങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാക്കും. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വ മഅ്വാഹുൻ നാർ. അവന്റെ സങ്കേതം നരകമായിരിക്കുന്ന. അപ്പൊ സ്വർഗം ആവശ്യമല്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവനെ സംബന്ധിച്ച് പ്രശ്നമല്ല. നമ്മൾ ഈ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകാൻ പറ്റൂല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസികളോടാണ് നമ്മൾ ഇങ്ങനെ പാലിക്കണം, ഇത്തരം സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബഹുദൈവത്വത്തിലേക്ക് പോകുന്ന അതിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്ന അത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തണം എന്ന് നമ്മൾ പറയുന്നത്. ഇത് എല്ലാ മനുഷ്യരോടും അല്ലല്ലോ നമ്മൾ പറയുന്നത്. സ്വർഗം കിട്ടണം, മരിച്ചു എന്നിട്ട് എനിക്ക് നരകത്തിൽ പോകേണ്ടതില്ല, അല്ലെങ്കിൽ നരകത്തിൽ പോകാനാവില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളോട് പറയുന്ന കാര്യമാണ്. അതിന് മറ്റുള്ള ആളുകൾ എന്തിന് ഇത്ര പ്രയാസപ്പെടണം? അതല്ലേ നമ്മൾ മറ്റുള്ള ആളുകളോട് നമ്മൾ പറയുന്നത്. വിശ്വാസികളായ ആളുകളോടാണ്, നിങ്ങൾ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ബഹുദൈവത്വത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, നിരീശ്വരവാദത്തിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ആളുകളോട് പറയുന്നത്. അപ്പൊ അതിന് ഈ ബഹുദൈവ വിശ്വാസികളോ അതല്ലെങ്കിൽ നിരീശ്വരവാദികളോ ഭൗതികവാദികളോ എന്തിനു പ്രയാസപ്പെടണം? നമ്മൾ പറയുന്നത് അവരോടാണല്ലോ. നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ
വൽ യൗമൽ ആഖിർ. അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി നിങ്ങൾക്ക് മാതൃക ഉണ്ട്. ആരായി നിങ്ങൾ? ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, മരിച്ചെന്നിട്ട് പരലോകം വേണം എന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് ആഗ്രഹിക്കുന്ന എന്ന് വിചാരിക്കുന്നവർക്ക് റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്. അങ്ങനെ വിചാരിക്കാത്തവരോടോ? അങ്ങനെ വിചാരിക്കാത്തവർ നിങ്ങൾ ഈ സുന്നത്തെടുക്കണം ആ സുന്നത്തെടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. നമ്മൾ റസൂലുള്ളാഹിന്റെ മാതൃക സുന്നത്തെടുക്കണം എന്ന് പറയുന്നത് ഈ വിശ്വാസമുള്ള ആളുകളാണ്. അത് നമ്മൾ ശരിക്കും വേർതിരിഞ്ഞ് മനസ്സിലാക്കണം. വിശ്വാസികളോട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തിന് മറ്റുള്ളവർ അതിൽ വേവലാതിപ്പെടണം? വിശ്വാസികളോടല്ലേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾ മറ്റുള്ളവരെ എന്തെങ്കിലും എന്താണ് ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ദോഷം വരുത്തണമെന്നോ അങ്ങനെയൊന്നും പറയണില്ലല്ലോ. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ എന്നല്ലേ നമ്മൾ പറയണുള്ളൂ. കാരണം അത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞാണ്. അതുപോലെ ഫഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ഇബ്രാഹിം നബിയിൽ മാതൃക ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട് ഞങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നത് എന്തുണ്ടോ അത് ഞങ്ങളതിനില്ല, ഞങ്ങളതിൻ്റെ കൂടെല്ല. കാരണം ഞങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ അർഹതയുള്ളൂ. അവനിൽ പങ്കു ചേർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്താ പങ്കു ചേർത്താൽ സ്വർഗം പോകും. അത് ഞങ്ങൾക്ക് പേടിയുള്ള വിഷയമാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ വിഷയമല്ലേ? നമ്മളുടെ വ്യക്തിപരമായ വിഷയമാണല്ലോ. എനിക്ക് സ്വർഗം പോകും അല്ലെങ്കിൽ എനിക്ക് നരകത്തിൽ പോകേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇതിനില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കിവിടെ അല്ലേ? തീർച്ചയായും അവകാശമുണ്ട്. അങ്ങനെ നമുക്ക് നമ്മളുടെ മക്കളോട് പറഞ്ഞൂടെ, മക്കളെ നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ സ്വർഗം പോകും കേട്ടോ, നരകത്തിൽ പോകേണ്ടി വരും കേട്ടോ എന്ന് പറയാൻ നമുക്ക് അവകാശമല്ലേ? അത് എന്തായാലും ഉണ്ടല്ലോ നമുക്ക്. അതെങ്ങനെയാണ് വർഗീയതയായി മാറുന്നത്? ഇങ്ങനെ ഒരു സംഗതി നമ്മളെ വിശ്വസിക്കുന്ന വിശ്വാസികളോട് നമ്മൾ പറയുമ്പോൾ അത് എങ്ങനെ വർഗീയതയായി മാറും? അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എല്ലാം വർഗീയതയാക്കി ചിത്രീകരിക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. അങ്ങനെ എല്ലാ മതക്കാരും ഇവിടെ പറയുന്നുണ്ടല്ലോ. ഇവിടെ മതമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാർ, ഓരോ രാഷ്ട്രീയക്കാരും പറയണ്ടല്ലോ, ഇന്ത്യ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇതാ ഞങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് ജീവിച്ചെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സിദ്ധാന്തം നടപ്പിലാക്കിയെങ്കിൽ ഇന്ത്യ രാജ്യം രക്ഷപ്പെടും എന്നുള്ളത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയുന്നുണ്ടല്ലോ. ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ തെരഞ്ഞെടുക്കും. അത് പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ? അതുപോലെ ക്രിസ്തു മതവിശ്വാസികൾ പറയുന്നുണ്ടല്ലോ, യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിച്ചെങ്കിലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ, നിങ്ങൾക്ക് സ്വർഗം അങ്ങനെ കിട്ടുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അത് പറയാനും അതനുസരിച്ച് പറയാനും അവർക്ക് പറഞ്ഞൂടെ? അതുപോലെ തന്നെയല്ലേ ഹൈന്ദവ മതവിശ്വാസികൾക്ക് അവരുടേതായ കാര്യങ്ങൾ, അതുപോലെ മുസ്ലിങ്ങൾക്കും അത് പറഞ്ഞൂടെ? അവരുടെ മക്കളോട് പറഞ്ഞൂടെ? മറ്റുള്ളവരോട് പറഞ്ഞൂടെ? അതിന് ഇന്ത്യ രാജ്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ലേ? അപ്പോ അതില് നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി കാലം കണ്ട് കഴിഞ്ഞാൽ ഈ മതം തന്നെ പറയാൻ പറ്റൂല എന്ന് പറയുന്നിടത്തേക്ക് വരും. എല്ലാ അവകാശങ്ങളും മെല്ലെ മെല്ലെ നമ്മിൽ നിന്ന് പിടിതെടുക്കപ്പെടുകയാണ്. അത് പറയാൻ പാടില്ല, അത് പറഞ്ഞാൽ അത് വർഗീയതയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പം ആ തരം ഒരു മനോഭാവം യഥാർത്ഥത്തിൽ ഇല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർഗീയമായി ചിന്തിക്കാനേ സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാണ്? കുല്ലുക്കും മിൻ ആദം മിൻ തുറാബ്. ഇത്ര വിശാലമായ ഒരു മനുഷ്യ സാഹോദര്യത്തിന്റെ മതം പഠിപ്പിക്കുന്ന മറ്റേത് മതമുള്ളത്? എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. എത്ര സുന്ദരമായ വാക്കുകളാണത്. എല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിങ്ങളൊക്കെ ഗോത്രങ്ങളും കുടുംബവും മറ്റൊക്കെ ആയി മാറുന്നത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ശണ്ട കൂടാൻ വേണ്ടിയൊന്നുമല്ല. നിങ്ങൾ അതിൻ്റെ പേരിൽ വേറെന്തെങ്കിലും കാര്യം ചെയ്യാനല്ല, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന കുടുംബക്കാരൻ, ഇന്ന നാട്ടുകാരൻ, ഇന്ന പ്രദേശത്തുകാരൻ എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ ആത്യന്തികമായി നിങ്ങളൊക്കെ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളല്ലേ, നിങ്ങളൊക്കെ സഹോദരന്മാരല്ലേ. ആ ഏത് മതവിശ്വാസികളും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും സഹോദരന്മാരായിക്കൊണ്ട് ജീവിക്കേണ്ടവരല്ലേ.
ഈ ഭൂമിയിലെ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും വേണ്ടി പടച്ച തമ്പുരാൻ ഒരുക്കി കൊടുത്തതെന്ന് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിങ്ങൾ? സൂര്യൻ അത് മുസ്ലിങ്ങളുടേതാ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും മതവിശ്വാസികളുടേതാ? അല്ലെങ്കിൽ കാറ്റ്, വെളിച്ചം, ഇരുട്ട്, എന്തൊക്കെ സൗകര്യങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? അതിലൊക്കെ എന്തെങ്കിലും വർഗീയതയുണ്ടോ? അതിലൊക്കെ ആരെങ്കിലും എന്റേതാണ് എന്നുള്ള അവകാശപ്പെടുന്നതുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളൊക്കെ എല്ലാവരും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള വ്യത്യാസം തന്നെയല്ല. നമ്മളൊക്കെ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏകോദര സഹോദരന്മാരാണ്. ഒരു വാപ്പാന്റെ ഉമ്മന്റെ മക്കളാണ്. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്തേ ഉള്ളൂ? ഈ ജീവിതം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഓരോ മതത്തിൻ്റെയും അത്തരം കാര്യങ്ങൾ നമ്മളോട് ഉണർത്തുന്നുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഏറ്റവും വിശാലമായ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ഏറ്റവും അധികം കുടുസായ തീവ്രതയും തീവ്രവാദവും പ്രചരിപ്പിക്കുന്ന ഒരു മതമാണ് എന്ന് ആരൊക്കെയോ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മൾ തിരിച്ചറിയണം. ഇതിലൊക്കെ പല തരത്തിലുള്ള അന്യവൽക്കരണവും നമ്മൾ ഇതിലൊക്കെ കാണേണ്ടതുണ്ട്. ഏതായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസം, മുസ്ലിം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബഹുദൈവത്വം എന്ന് പറഞ്ഞത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ പരിസരത്തേക്ക് പോലും അവരോ അവരെ മക്കളോ മറ്റുള്ളവരോ നീങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള സംഗതിയാണ്. കാരണം മാക്കാനലി നബി വല്ലദീന ആമനു യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവോട്, പ്രപഞ്ച സൃഷ്ടാവിനോട് പുറത്തു കൊടുക്കണമേ എന്ന് പോലും അവനവന്റെ ബാപ്പയാണെങ്കിലും അവനവന്റെ മക്കളാണെങ്കിൽ പോലും ഈ പാപം പുറത്തു കൊടുക്കണമേ എന്ന് പോലും പറയാൻ അവകാശമില്ലാത്തത് എന്ന് വിശേഷിപ്പിച്ച ഒരു പാപമായിട്ടാണ് ഇസ്ലാം മതം അതിനെ കാണുന്നത്. ബാക്കി മതങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇസ്ലാം മതം കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ ആലോചിക്കേണ്ടതുണ്ടാവും, പ്രയാസം ഉണ്ടാകും. അവൻ ബഹുദൈവത്വത്തിന്റെ അരികിലേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്ന് അവൻ ആലോചിക്കുമ്പോൾ അവന് പ്രയാസം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് മറ്റുള്ളവർ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഈ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഈമാൻ അനുസരിച്ച് ജീവിക്കുക, വിശ്വാസം അനുസരിച്ച്, തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിലൊരു അഭിമാനബോധം നമുക്ക് ഉണ്ടാകണം. അതിന്ന് എന്തായാലും പുറത്തു ചാടിക്കൂടാ എന്നൊരു തോന്നൽ എന്നൊരു നിലപാടും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മെ പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ തന്നെ പൗരോഹിത്യ നേതാക്കൾ നടത്തുമ്പോൾ അതിന് നമ്മൾ ജാഗ്രതയോടെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد. ഓണാഘോഷം വരുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സന്തോഷവും അതുപോലെ സ്നേഹവും പരസ്പരം കൈമാറുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഈ സന്ദർഭത്തിൽ പണ്ടൊക്കെ നമ്മൾക്ക് ഓണാഘോഷത്തിൽ ആളുകൾ അതിന് വളരെ ലളിതമായ ചില സംഗതികളൊക്കെയാണ് പണ്ട് ആളുകൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ പാടില്ലേ, വളരെ ലളിതമായ സംഗതികളാണ്. അതൊക്കെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ അത്തരം ഇടപാടുകളിലും നിലപാടുകളിലൊക്കെ ഒരു കാർക്കശ്യ നിലപാടുകളൊന്നും യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടതില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇന്ന് അതൊക്കെ കുറച്ചുകൂടി അതിൻ്റെ തലങ്ങളൊക്കെ മാറിയിട്ട് ഈ ഓണാഘോഷം എന്ന് പറയുന്ന ആഘോഷം തന്നെ അത് ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്ന ആഘോഷമാണ് എന്ന് പോലും പറയുന്നത് വർഗീയതയായി മാറിയിരിക്കുക. നമ്മുടെ നാട്ടിലെ ഏതോ ഒരു സ്കൂളിലൊരു അധ്യാപിക മറ്റുള്ള ആളുകളോട് പറഞ്ഞു, ഇത്
ഒരു ഇന്ന മതവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾക്ക് അവിടെ ഇന്ന സംഗതികളൊക്കെ ചെയ്യണമെന്ന് ഒരു അനാവശ്യമായ പരാമർശമെന്നൊന്നും അതിനെപ്പറ്റി പറയാൻ പറ്റൂലെങ്കിലും അത് അതൊന്നും സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ ഗ്രൂപ്പിൽ പറയേണ്ട വിഷയമൊന്നുമല്ല. അതൊക്കെ ഒരു അവിവേകത്തിന്റെ ഭാഗം എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ ഓണം അല്ലെങ്കിൽ ക്രിസ്തുമസ് അതൊരു ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്രൈസ്തവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബക്രീദ്, ഈദ് അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാകർമ്മം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് മുസ്ലിങ്ങളുടെ തന്നെയാണ്, മറ്റത് ക്രിസ്ത്യാനികളുടെ തന്നെയാണ്. ഓണം എന്ന് പറയുന്നതും അതിൻ്റെ വശങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ, അതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, അതിൻ്റെ ഐതിഹ്യം നോക്കുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതൊരു ഹൈന്ദവതയുടെയും ബഹുദൈവത്വത്തിൻ്റെയും തന്നെ ഒരു ആരാധനയുടെ തന്നെ ഒരു ആഘോഷമാണ്. പക്ഷെ ആ ആഘോഷത്തെ നമ്മുടെ നാട് അതിനെ ഒരു പൊതു ആഘോഷമായി കണക്കാക്കുന്നുണ്ട്. അത് ഓരോ സർക്കാരിനും ചെയ്യാവുന്ന സംഗതിയാണ്, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ വേറെ ചില നാടുകളിലൊക്കെ നബിദിനം അതൊരു പൊതു ആഘോഷമായി ആ രാജ്യത്തിൻ്റെ ചില മുസ്ലിം രാജ്യങ്ങൾ അങ്ങനെയുണ്ട്. ഈ മീലാദ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു ആഘോഷമായി കൊണ്ടാണ് അതിനെ കൊണ്ടാടുന്നത്. അത് ഓരോ സർക്കാരുകൾക്കും അത് അനുസരിച്ച് ആ സംഗതികൾ തീരുമാനിക്കാം. പക്ഷെ തീരുമാനിച്ചത് കൊണ്ട് ഇത് അവരുടേതല്ലാതെയാവില്ല. ഇപ്പോൾ ക്രിസ്തുമസ് ഒരു പൊതു ആഘോഷമാണെന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടേതല്ലാതെയാകും. അല്ലെങ്കിൽ നമ്മുടെ ബക്രീദ് അത് ഒരു പൊതു ആഘോഷമാണ് എന്നാണ് പ്രഖ്യാപിച്ചാൽ അത് മുസ്ലിങ്ങളുടേതല്ലാതെയാകും. മുസ്ലിങ്ങളുടേത് ഒരിക്കലും അല്ലാതെയാവൂല. പിന്നെ എന്താണ്, അതിൽ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാണ്ടാവും. അതിൽ മറ്റുള്ള ആളുകൾ പങ്കെടുക്കാത്തതിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ബക്രീദാണെങ്കിൽ അവിടെ ബലിയെറുക്കലുണ്ട്. എന്താപ്പം ക്രിസ്ത്യാനികൾക്കും ബലിയെറുത്തൂടെ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും വന്ന് ബലിയെറുത്തൂടെ? എന്തുകൊണ്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊന്നും നമ്മുടെ ഈദ്ഗാഹിൽ വന്ന് നിസ്കരിക്കണില്ല? ഇത് ചോദിക്കാൻ വല്ല അവകാശമുണ്ട്? അത് മുസ്ലിങ്ങൾ അവരുടേതായ ആചാരവും അനുസരിച്ച് അവർ നടത്തുന്നു എന്നുള്ള ഇതനുസരിച്ച് പറയുന്നതാണ്. പക്ഷേ ഈദിന്റെ സന്ദർഭത്തിൽ നമ്മൾ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മളുടെ എല്ലാ മതവിശ്വാസികളായ ആളുകളെയൊക്കെ നമ്മൾ വിളിച്ച് അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുക, അത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഭാഗമാണ്. അതിന് ആരും ഒരു തെറ്റു പറയേണ്ടതില്ല. അത് ഓരോ സാഹചര്യത്തിൽ പല സന്ദർഭത്തിലും അത് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസിൽ അവർക്ക് ഒരുപാട് മതപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് മറ്റുള്ള ആളുകൾ ചെയ്യാത്തതിൽ വലിയ പരിഭവം നടത്തേണ്ടതുണ്ടോ? എന്നാൽ ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആളുകൾക്ക് പരിഭവമാണ്. ഓണത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ബഹുദൈവത്വപരമായ സംഗതികൾ അത് നമ്മൾക്ക് ഒരു മുസ്ലിമിന് ഒരിക്കലും അതിൽ ഭാഗവാക്കാൻ പറ്റില്ല. ബഹുദൈവത്വപരമായ സംഗതികളിൽ ഭാഗവാക്കാൻ പറ്റില്ല. അതിനെയും അതിൻ്റെ സദ്യ, അങ്ങനത്തെ ഭക്ഷണങ്ങൾ, സൗഹൃദം, സ്നേഹം, അതിൽ പരസ്പരം പങ്കെടുക്കുന്നതും അതൊന്നും കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പരസ്പരം നമ്മളുടെ നാടും നമ്മളുടെ രീതിയും ഒക്കെ അനുസരിച്ച് അത്തരം സംഗതികളൊക്കെ അതിലൊക്കെ നമ്മളുടെ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യർക്ക് പല ഇളവുകളും ആ വിഷയത്തിലുണ്ട്. പക്ഷേ അത് സംഘടിപ്പിക്കുകയും അത് നടത്തുകയും അതിൻ്റെ വക്താക്കളാവുകയും അതുപോലെ നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ടതുണ്ടോ മുസ്ലിങ്ങൾ എന്ന് ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ട് അയാൾ അത് പറഞ്ഞാൽ അതെങ്ങനെയാ വർഗീയതയായി മാറുക? അതാണ് മനസ്സിലാകാത്തത്. അതെങ്ങനെ വർഗീയതയായി മാറും? അതിൻ്റെ പേരിൽ എങ്ങനെ കേസെടുക്കും? ഒരാൾക്കത് പറയാൻ അവകാശമല്ലേ? അതിൻ്റെ പേരിൽ കേസെടുക്കുകയും അത് വർഗീയതയാണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പിൽക്കാലത്ത് കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ വരും. മനുഷ്യന്റെ വിശ്വാസ കാര്യങ്ങളിലൂടെ പറയാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ അത് വർഗീയതയാണെന്ന് പറയും കുറച്ച് ആൾക്കാർ. ഞാൻ ഈ വാർത്തകളുടെ ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന ആളുകളും വേണം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കണമെന്ന് ആലോചിക്കണം. ഈ ഒരു ചെറിയ സംഭവം ഒരു ടീച്ചർ അവരെ കുട്ടികൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ സംഭവം ഇന്ത്യ ടുഡേ, NDTV, സകല ഭാഷകളിലുള്ള TV-കൾ, മലയാളത്തിലെ മുഴുവൻ ചാനലുകൾ എല്ലാവരും വലിയ അന്തിച്ചർച്ചകളാക്കി ചാനലുകളായ ഇന്ത്യ രാജ്യം മുഴുവൻ പിടിച്ചു കുലുക്കാവുന്ന ഒരു സംഗതി. ഇതാ ഒരു ടീച്ചർ ഇവിടെ വർഗീയത പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങളെ തലകീഴായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലും നാട്ടിലും ജീവിക്കുന്ന
സന്ദർഭത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ വാട്സപ്പിലൊക്കെ ഇടുമ്പോൾ ഈ പറയുന്ന ടീച്ചർമാരും വേണ്ടപ്പെട്ട ആളുകളും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്, യാതൊരു സംശയമില്ല, ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് വെറുതെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് ഇത് ഒരു രാജ്യവിരുദ്ധ പ്രശ്നവും വർഗീയതയും നാട്ടിൽ ഇങ്ങനെ ഒരാൾക്ക് പറയാൻ അവകാശമില്ലേ? മനുഷ്യന്റെ അവകാശങ്ങൾ അവന് പറഞ്ഞൂടെ? അപ്പൊ ഇത്തരം ചിന്തകളും നമ്മൾ പങ്കുവെക്കുകയാണ്. എല്ലാവരും ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയി ചിന്തിക്കുമ്പോൾ മറുചിന്തകൾക്കും ഒരു സാധ്യതകളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് എന്തുകൊണ്ടായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവത്വത്തിലേക്കും അതിൻ്റെ അടയാളങ്ങളിലേക്കും പ്രവേശിക്കുക എന്ന് പറഞ്ഞത് അവർക്ക് അവരുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെയാണ് അവർ അതിനെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.